everyone, welcome back to Miss Tida Fidel. Amma, what are we going to make today? നമുക്കൊന്നൊരു പാൽപ്പത്തിരി ഉണ്ടാക്കിയാലോ? What's പാൽപ്പത്തിരി Amma? പാൽപ്പത്തിരി എന്ന് വെച്ചാൽ കാണുമ്പോൾ കേക്ക് പോലെ തോന്നും. എന്നാലും നമ്മളൊരു പത്തിരി ഫസ്റ്റ് ചുട്ടെടുത്തിട്ട് പിന്നെ അതിലേക്കൊരു മിൽക്ക് സൊല്യൂഷൻ കൂടി ആഡ് ചെയ്ത് ബേക്ക് ചെയ്തെടുത്താണ് നമ്മൾ പാൽപ്പത്തിരി ഉണ്ടാക്കുന്നത്. Wow, I cannot wait Amma. Let's get started. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഒരു ബൗൾ എടുക്കാം. അതിലോട്ട് നമുക്ക് 2 മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് ആ മുട്ട നമുക്കൊന്ന് ഹാൻഡ് മിക്സർ ഉപയോഗിച്ച് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ട നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വരട്ടെ. ഇനി നമുക്ക് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ്. ഉപ്പ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ആവശ്യത്തിനാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്യുന്നത് 1/2 ടീസ്പൂണാണ്. നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് 2 കപ്പോളം മൈദയാണ്. നമുക്ക് 2 കപ്പ് മൈദ ആഡ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ച് തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് വരും, പക്ഷെ കുഴപ്പമില്ല, മെല്ലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. Amma, are we going to add water? നമുക്കിതിലോട്ട് ഇനി വെള്ളം ചേർത്ത് കൊടുക്കണം. എന്നാൽ മാത്രമല്ല ഒരു ദോശ പോലെ നമുക്കിത് പത്തിരി ചുട്ടെടുക്കാൻ വേണ്ടി പറ്റുമോ, ആ ഒരു കൺസിസ്റ്റൻസിലേക്ക് നമുക്ക് മാറ്റണം. നമുക്കിപ്പോൾ ഇതിലേക്കിട്ട് കുറേശ്ശെയായിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടോട്ടൽ നമ്മളിപ്പോൾ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു 3 കപ്പോളം വെള്ളമാണ്. അത് ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഈ ഒരു ദോശ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ, ആ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമുക്കിതൊന്ന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാ കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് വേണ്ടത്. ഇനി നമുക്ക് പത്തിരി ചുട്ടെടുക്കാം. അതിനായിട്ട് ഒരു പാൻ എടുക്കാം ഫസ്റ്റ്. നമുക്ക് എന്നിട്ട് അതിലോട്ട് ഒരു ചെറിയൊരു കയ്യിലെടുത്ത് നമുക്ക് ഫസ്റ്റ് ഈ മാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ല തിന്നായിട്ട് വേണം നമുക്ക് സ്പ്രെഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കൊരു 1 മിനിറ്റ് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിനെന്താക്കാമെന്ന് വെച്ചാൽ തിരിച്ചിട്ട് കൊടുക്കണം. 2 സൈഡ് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. It looks like a dosha and it's a thin dosha. അതെ. അതിനുശേഷം നമുക്കിത് പത്തിരി ഇതിന്ന് എടുത്ത് മാറ്റാം. ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ കിസ്മസും കാഷ്യൂ ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നത്, അതിന് വേണ്ടി കുറച്ച് 2 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് അതിൽ നമുക്ക് കാഷ്യൂസും അതുപോലെ തന്നെ കിസ്മസും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, I like fried cashew. നമുക്ക് പത്തിരിയിൽ വെച്ച് ഇത് കഴിക്കാം കേട്ടോ. ഇതുപോലെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. Again we need eggs. ഇനിയും നമുക്ക് 2 മുട്ട വേണം. നമുക്ക് ഒരു ബൗളെടുത്ത് അതിലോട്ട് 2 മുട്ട ഫസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഷുഗറാണ്. ഒരു 4 ടേബിൾ സ്പൂണോളം ഷുഗർ നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം. ഓക്കെ, അതിനുശേഷം നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂണോളം ഏലക്ക പൗഡർ, അതും കൂടി ആഡ് ചെയ്തെടുക്കാം. വീണ്ടും ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് പാലാണ്. ഏകദേശം ഒരു 500 ml പാൽ, 2 കപ്പ് പാലാണ് ഇപ്പോൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂം അതുപോലെ കിസ്മിസ് ഇല്ലേ, അതിൽ നമുക്ക് കാഷ്യൂം കിസ്മിസ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ അതിലുള്ള നെയ്യും കൂടി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിത് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഒരു പാൻ എടുത്ത് അതിലേക്ക് നമുക്ക് ബട്ടർ പേപ്പർ അതേപോലെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫസ്റ്റ് നമുക്ക് പത്തിരി ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയ സൊല്യൂഷൻ ഇല്ലേ, അത് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും ഒരു പത്തിരി വെക്കാം. പിന്നെ വീണ്ടും നമുക്ക് മിൽക്ക് സൊല്യൂഷൻ കൊടുക്കാം. അങ്ങനെ നമുക്ക് ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. അങ്ങനെ നമ്മൾ മൊത്തം പത്തിരിയും അതുപോലെ പാലും നമുക്കിതിലോട്ട് മൊത്തമായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാം. ബാക്കി വരുന്ന പാലില്ലേ, അതും കൂടി നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ കാഷ്യൂസും അതുപോലെ കിസ്മിസും വെച്ച് നന്നായിട്ടൊന്ന് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. How long should we bake this? 170 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ്സാണ് നമ്മളിത് ബേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് നമ്മുടെ പാൽപ്പത്തിരിയുടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കത്തി ഉപയോഗിച്ച് മെല്ലെ ഇതൊന്ന് സൈഡിൽ വിട്ടു കൊടുക്കാം. നമുക്ക് ഫസ്റ്റ് വേറൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റി കൊടുക്കാം. Exactly looks like a cake. പക്ഷെ ടേസ്റ്റ് എൻ്റർലി ഡിഫറെൻ്റ് ആയിരിക്കും. കേക്ക് പോലെ ആയിരിക്കില്ല ഇത്. നമുക്ക് വേഗം ഇതൊന്ന് കട്ട് ചെയ്ത് നമുക്ക് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. പാൽപ്പത്തിരി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അത്ര കൂടുതൽ സ്റ്റെപ്സ് ഒന്നും ഇല്ലാതെ വേഗം തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. എങ്ങനെയുണ്ടെന്ന് പറയാത്? Very tasty, Amma.
If you like our video, please like, share and subscribe. Thank you. Thank you.